അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഡാ ഡാ അജ്മലേ, എന്താടാ ഇത്? സമയം എത്രയായി നോക്ക്. അജ്മൽ നല്ല ഉറക്കത്തിലാണ്. കൂട്ടുകാരൻ വിളിക്കുന്നു. എടാ അജ്മലേ, എന്താടാ ഇത്? ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അജ്മൽ ഒരു നിമിഷം എന്താടാ ഒന്ന് ഉറങ്ങാനും സമ്മതിക്കാതെ. നീ എവിടെ കിടക്കുന്നത്? ഞാൻ നിൻ്റെ കൂടെ. എന്താടാ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ആ ഒരു പെണ്ണുമായി നീ കടൽ കടന്നിങ്ങ് വന്നിട്ട് ആ പെണ്ണിനെ ഒറ്റക്കാക്കില്ലേ? എന്താടാ അതോ ഞാനറിയാതെ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ ഒന്ന് ഉറങ്ങട്ടെ, എന്നെ ശല്യപ്പെടുത്തല്ലേ. എടാ സമയം 4 മണിയായിട്ടോ. തഹജ്ജുദിൻ്റെ പതിവുണ്ടെങ്കിൽ ചെയ്യേ, എന്നിട്ട് കിടക്കാം. സുബഹൊക്കെ കഴിഞ്ഞ്. ഈ സമയമായപ്പോഴേക്കും ഇവിടെ നല്ലോണം നേരം വെളുത്ത പോലെ ഉണ്ടല്ലോ. അവൻ പെട്ടെന്ന് ഫ്രഷായി ഒളൂഹ് ചെയ്ത് നിസ്കരിച്ച് പടച്ചറബിനോട് ദുആ ചെയ്ത്. എടാ പള്ളിയെക്കുറിച്ച് നീ ചോദിക്കരുത്. ഇവിടെ ചുറ്റുഭാഗത്തും പള്ളി തന്നെയാണ്. നീ നമ്മളെ നാട്ടിലത്തെ പോലെ നാട്ടിലും ഇല്ല. ഏതായാലും എടാ ഖുർആൻ അതാ ആ ഷെൽഫിലുണ്ട്. അജ്മൽ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ഉമ്മയെ ഓർത്തു, പെങ്ങളെ ഓർത്തു, തൻ്റെ കൂടെ തന്നെ വിശ്വസിച്ച് വന്ന മുഹ്സിയെ ഓർത്തു. പഠിച്ചോനെ, രാത്രി പേടിയൊന്നും ഉണ്ടായിട്ടില്ലായിരിക്കും. കാരണം അതേ വഴിയുള്ളായിരുന്നു. ഇവൻ്റെ മുമ്പിൽ അല്പം അഭിനയിക്കുക, തുറന്നു പറയണം എന്നുണ്ട്. പക്ഷേ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കൂലേ, നീ എന്ത് ഉറപ്പിലാടാ ഒരു അന്യ പെണ്ണിനെയും കൊണ്ട് വന്നത്? അവരെ ആരാണ് അങ്ങനെ വിട്ടത് നിൻ്റെ കൂടെ ഒറ്റയ്ക്ക് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചരിത്രങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ അങ്ങ് നിൽക്കായിരിക്കും നല്ലതെന്ന് കരുതിയിട്ടാണ്. അല്ലെങ്കിൽ എനിക്ക് പറയായിരുന്നു. റബ്ബേ, നല്ലൊരു വഴി നീ കാണിച്ചു കൊണ്ടാ പെട്ടെന്ന് തന്നെ. ഡാ, നിനക്ക് കോഫിയുടെ പതിവുണ്ടോ? അതൊന്നും വേണമെന്നില്ല, കുറച്ച് വെള്ളമായാലും മതി, ഞാൻ കുടിച്ചോളാം, ഒന്നും കുഴപ്പമില്ല. നീ ഒന്നും ഇപ്പം ഉണ്ടാക്കാൻ പോണ്ട. അല്ലടാ, നിൻ്റെ പെണ്ണിന് എൻ്റെ പൊന്നാരി ചെങ്ങായേ, സമയമാകുന്നേ ഉള്ളൂ, നിനക്കെന്താ ഇത്ര ബേജാറ്? അല്ലേ, ഇന്നലെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു, നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു അല്ലേ? ഞാൻ നിങ്ങളിവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ഭക്ഷണം തരാൻ എന്ത് മോശമാടാ. ഒന്നുമില്ലെങ്കിൽ അല്ലാടെ വില്ല എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പടാ? 2 ബെഡ്റൂം, പിന്നെ ഹാള്, കാര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളുമില്ല. അല്ല, നിനക്കിതെങ്ങനെ ഇതിനൊക്കെ അത്യാവശ്യം കൊടുക്കണ്ടേ റെൻറ്റ്? അതൊന്നും നീ നോക്കണ്ടടാ. അതൊക്കെ ഞാനങ്ങ് എടുത്തു. എന്ത് ചെറിയ റൂമായിരുന്നു. പിന്നെ നീ വരികയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു കുറച്ച് സെറ്റ് ആക്കാമെന്ന് കരുതിയിട്ട് അങ്ങ് കുറച്ച് നല്ല റൂം എടുത്താണ്. ഞാൻ കിടന്ന റൂമിടാ, ബെഡ് സ്പേസ് ആയിരുന്നു. എന്തൊരു ബുദ്ധിമുട്ടാണെന്നോ. ഒന്നുമില്ല, ഈ ഡ്യൂട്ടിക്ക് പോണവരും വരുന്നവരും ആയിട്ട് ലൈറ്റ് ഇടാൻ പറ്റൂല, ശബ്ദം ഉണ്ടാക്കാൻ പറ്റൂല. അപ്പം അതൊക്കെ എങ്ങനെ പേടിച്ച് സത്യം പറഞ്ഞാൽ നമ്മളൊരു ജയിലിലങ്ങനെ കെട്ടിയിട്ട പോലത്തെ ജീവിതമാണ്. അതെ, അത്ര ക്യാഷുള്ളതിന് ബെഡ് സ്പേസ് ഭയങ്കര ബുദ്ധിമുട്ട്. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെങ്കിൽ ഓക്കെ. പിന്നെ ഞാനൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ റൂമെടുത്ത് സെറ്റ് ആവട്ടോ. എനിക്ക് കഴിയില്ല ആ ഒരു സിംഗിളായിട്ട്. എടാ, ഒറ്റക്കാകുമ്പോൾ എവിടെയൊന്ന് ചുരുളാനല്ലേ, അതൊക്കെ പോരെ. പക്ഷേ നിങ്ങൾ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഇതെടുത്തു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കെയർ ഓഫിലൊരു അറബിയുണ്ട്, അതെനിക്ക് പരിചയമാണ്. അപ്പോൾ മൂപ്പരൊരു ഇതിൽ കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെയാണ്. അല്ലെങ്കിൽ കടുതിന് എത്ര വാടക കൊടുക്കണം. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. മാഷാ അല്ലാ, വിശാലമായ റൂമും കാര്യങ്ങളും ഒക്കെ സെറ്റപ്പ്. ഇത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, എനിക്കായിട്ട് കിട്ടിപ്പോയതാടാ. എത്ര ദിവസത്തിനൊന്നും അറിയില്ല, എങ്കിലും ഓക്കെ, അത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലടാ, ബാങ്ക് കേൾക്കൂലേ? എന്താണ് നീ പറയണത്? കേൾക്കുവേ. അതാ, ഇവിടുന്ന് കേൾക്കൂലെന്ന് പറഞ്ഞാൽ നീ എന്താ പറയണത്? നമ്മളെ നാട്ടിൽ ഇത്രയധികം ഉണ്ടോ? അങ്ങനെ അതാ അജ്മൽ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. തൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകിച്ച് മുഹ്സിനയ്ക്ക് വേണ്ടിയും ദുആ ചെയ്തു. പാവം മുഹ്സിന എണീറ്റിട്ടുണ്ടോ എന്തോ അറിയില്ല. എടാ, എനിക്ക് സിം എടുക്കണം കേട്ടോ. തൽക്കാലം നീ വാട്സപ്പിലൊന്ന് മെസ്സേജ് അയക്ക്. പിന്നെ ബോട്ടിമോ അങ്ങനെ എന്തെങ്കിലും IMO ഒക്കെ എടുത്ത് വിളിക്കാമല്ലോ. നീ എൻ്റെ ടെൻഷനാകുന്നത്? പിന്നെ ഞാനല്ല നിൻ്റെ കൂടെ, നമുക്ക് എടുക്കാം. സാവധാനത്തിൽ, നീ വിഷമിക്കല്ലേ. ഇല്ലടാ, നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ പടച്ചോനെ ശരിയാക്കി തരണം, അതാണ് ആഗ്രഹിക്കുന്നത്. പടച്ചോനെ. അങ്ങനെ അതാ പള്ളിയിൽ നിന്ന് മനോഹരമായ ആ ഒരു ബാങ്കുലി കേൾക്കുന്നു. പെട്ടെന്ന് അജ്മൽ സാറും ഫ്രണ്ടും
അതാ പള്ളിയിലേക്ക് പുറപ്പെടുന്നു. എന്നാൽ ഈ സമയം ബാങ്കിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് അവൾ ഞെട്ടിയുണർന്നത്. യാ അല്ലാ, പഠിച്ചോനെ, എൻ്റെ തഹജ്ജുദ് അത് വീണ്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു. റബ്ബേ, അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. അവൾ ഒരു നിമിഷം ആലോചിച്ചു, പഠിച്ചോനെ, ഞാനിപ്പോൾ അതെവിടെ? പെട്ടെന്നാണ് ഓർമ്മ വന്നാണ്, അല്ലാ, ഞാൻ അറബ് നാട്ടിലാണല്ലോ. പഠിച്ചോനെ, അല്ലാ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. റഹ്മാനെ, എൻ്റെ സിനുവിനെ നീ എൻ്റെ കണ്ണിൽ കാണിച്ചു തരണം റഹ്മാനെ. അവൾ പെട്ടെന്ന് ഫ്രഷായി ഉളൂഹ് ചെയ്ത് അതാ നിസ്കരിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. നിസ്കരിച്ച് അവൾ ഒരുപാട് ദുആ ചെയ്തു. പഠിച്ചോനെ റഹ്മാനെ, വാതിലൊന്ന് തുറക്കണമെന്നുണ്ട്. പക്ഷേ അത് വേണ്ട, അവിടെ അപ്പുറത്തെ റൂമിൽ ആണുങ്ങളല്ലേ, അജ്മൽ സാറാണ്, പിന്നെ കൂട്ടുകാരനാണ്. ഞാൻ വാതിൽ തുറക്കുന്നത് ശരിയല്ലല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കാൻ കിച്ചൺ ആ ഭാഗത്താണെന്ന് തോന്നുന്നു. ശരിക്കും കണ്ടിട്ടൊന്നുമില്ല. അവർ ഉണ്ടാകുമ്പോൾ ഞാൻ പിന്നെ ഇവിടെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. കിച്ചണിൽ പോയിട്ട് അവർക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണ്ടേ? പാവല്ലേ, സാധാരണ രീതിയിൽ പ്രവാസികളായ ആണുങ്ങൾ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാറില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അതായത് അവർ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചായയോ എന്തെങ്കിലും ബ്രെഡോ ഹുബൂസോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചങ്ങോട്ട് പോകും. അതൊക്കെ പറഞ്ഞു കേട്ടത്. അല്ലാതെ നമ്മളെപ്പോലെ ഇഡ്ഡലി, ദോശ, സാമ്പാർ, ചട്നി, ദോശ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവർക്ക് ഉണ്ടാക്കാൻ നേരം ഉണ്ടാവില്ല. അവർ പെട്ടെന്ന് എണീക്കുക, ഫ്രഷ് ആകുക, ഡ്യൂട്ടിക്ക് പോവുക, അത്ര തിരക്കായിരിക്കും. പഠിച്ചോനെ, ഞാൻ പെണ്ണൊരുത്തി ഇവിടെ ഉണ്ടായിട്ട് കിച്ചണിൽ കയറാതിരിക്കുന്നത് മോശമല്ലേ? അവൾ പതുക്കെ അതാ വാതിൽ തുറക്കുന്നു. റബ്ബേ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. പഠിച്ച റബ്ബേ, ഒന്നും സംഭവിക്കരുതേ അല്ലാ, എല്ലാത്തിനും നീ ധൈര്യം തരണേ അല്ലാ. അവളതാ അവളുടെ റൂമിൻ്റെ വാതിൽ തുറക്കുന്നു. വിശാലമായ ആ ഹാളിലേക്കായിരുന്നു അവൾ പ്രവേശിച്ചത്. പഠിച്ചോനെ, മാഷാ അല്ലാ, ഇത് ശരിക്കും ഒരു അറബിക് ഹൗസാണല്ലോ. എത്ര വലിയ ഹാളും, പിന്നെ അത് മാത്രമല്ല അതിലൂടെ ചുമരുകളിലൊക്കെ ഓരോ അറബിക് ഡിസൈനും കാര്യങ്ങളും ഓരോ ചിത്രകലകളും എല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ. റബ്ബേ പഠിച്ചോനെ, മാഷാ അല്ലാ. അവൾ അവിടെയുള്ള കിച്ചൺ തേടിപ്പോയി. അല്ലാ, ഇത് കഴിഞ്ഞ് വീണ്ടും ഒരു ഹാളോ? അപ്പുറത്താണ് വലിയ കിച്ചൺ. അവൾ ആ വാതിൽ തുറന്നു. ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. പഠിച്ചോനെ, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വലിയൊരു കിച്ചൺ. ശരിക്കും അവൾ അതെല്ലാം നോക്കിക്കണ്ടു. അറബികളൊക്കെ യൂസ് ചെയ്ത് കിച്ചണായിരിക്കും. എന്തായാലും ഇവിടെ എത്തിപ്പെട്ടല്ലോ. അവിടെയുള്ള ഗ്യാസ് കാര്യങ്ങൾ, പാത്രങ്ങൾ, അതുമാത്രമല്ല അവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസും എല്ലാം നിറഞ്ഞു കവിഞ്ഞ ഒരു ഗ്ലാസിൻ്റെ കബോർഡും. മാഷാ അല്ലാ, എന്തൊക്കെയാണത്? അതിലെല്ലാ ഐറ്റംസ് ഫുഡുകളും അവൈലബിൾ ആയിരുന്നു. ചായ ഉണ്ടാക്കാനുള്ളതും കോഫി ഉണ്ടാക്കാനുള്ളതും അങ്ങനെ പല പല ഐറ്റംസ്. അവൾ ഒരു നിമിഷം ആലോചിച്ചു, റബ്ബേ, ഇനിയിപ്പോൾ അവർ വരുമ്പോൾ എന്താ ഉണ്ടാക്കുക? എനിക്കെന്ന് അറിയുന്നില്ല. അതോ ചായ കുടിക്കുന്ന ശീലമുണ്ടോ? എന്തായാലും അജ്മൽ സാറിന് ഉമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ കാണാറുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കി ഉമ്മയുടെ കയ്യിൽ കൊടുക്കാറുണ്ട്. സാറിന് കോഫി ഇഷ്ടമാണ്, പക്ഷെ കൂട്ടുകാരന് അതെനിക്കറിയുന്നില്ല. അവൾ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഒരു വിളി കേൾക്കുന്നു. തൻ്റെ റൂമിൻ്റെ വാതിൽ മുട്ടിക്കൊണ്ടാണ് വിളിക്കുന്നത്. മുസി, മുസി, എണീറ്റില്ലേ? ദാ സമയം 6 മണിയായിട്ടോ. മുസി. അവൾ പെട്ടെന്ന് കിച്ചണിൽ നിന്ന് അങ്ങോട്ട് ഓടി. ഞാനിവിടെയാണ്. ആഹാ, നീ അവിടെ എത്തിയോ? എന്താ അത്, ഇത്ര ആക്റ്റീവായോ ഇവിടെ നിന്നും കിച്ചണിലേക്കല്ലേ? വീട്ടിലെ പോലെ തന്നെ. അത് പെണ്ണല്ലേ, പെണ്ണുങ്ങളൊക്കെ ഉണ്ടായി എങ്ങനെയാടാ? നിൻ്റെയൊക്കെ ഒരു ഭാഗ്യം. ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് ചായ ഉണ്ടാക്കണം, ഞാൻ കുടിക്കണം ഒറ്റയ്ക്ക്. ഞാൻ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ കുടിക്കാൻ. ചില ദിവസങ്ങളിൽ മടിച്ചിട്ട് ഉണ്ടാക്കൂല, നേരെ ഡ്യൂട്ടിക്ക് പോവും. അങ്ങനെയൊക്കെ തന്നെ. കണ്ടില്ലേ, പെണ്ണുങ്ങൾ ഉണ്ടായതാണ് സുഖം. ആ ടൈമിന് കിച്ചണിൽ കയറി ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന തിരക്കും കാര്യങ്ങളും ഒക്കെ. നീയൊക്കെ ഭാഗ്യവാനല്ലേ. തൻ്റെ കൂട്ടുകാരൻ്റെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും അജ്മൽ സാറ് ഒന്ന് പുഞ്ചിരിച്ചു. എന്നല്ലാതെ, എടാ, ഫുഡ് ഉണ്ടാക്കാനൊന്നും പെണ്ണുങ്ങൾ വേണമെന്നില്ല. ആര് പറഞ്ഞോ? നമുക്കുണ്ടായിക്കൂടെ? അല്ലടാ, അവരുണ്ടാക്കുമ്പോഴേ, അവർ കൈക്കൊണ്ടുണ്ടാക്കുമ്പോഴേ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണെടാ. നമ്മൾ സ്വയം ഉണ്ടാക്കി കഴിക്കുന്നത് ഒരാൾ ഉണ്ടാക്കി തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? അതൊക്കെയുണ്ട്. ഒന്നെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ ഭാര്യ, അത് അവരെ ഉണ്ടാക്കുന്ന ഫുഡിന് പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. എന്തായാലും നിനക്ക് വീട്ടിൽ നിന്ന് ഉമ്മയായിട്ടും ഇവിടുന്ന് ഭാര്യയായിട്ടൊക്കെ ഉണ്ടല്ലോ. മാഷാ അല്ലാ.
അല്ല മുസ്സി, നീ എന്താ ചെയ്യുന്നത് കിച്ചണിലെ? ഞാനൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഞാൻ ഒന്ന് കയറിയിട്ടേ ഉള്ളൂ. എന്താ വേണ്ടത്? എന്താ ഫുഡ് ഐറ്റംസ്? ദാ നാ ഈ മാവ്. പിന്നെ ഞങ്ങൾ വരുമ്പോൾ ഒരു പാക്കറ്റ് പൊറോട്ടയും വാങ്ങിയിട്ടുണ്ട്. ദാ ഇഡ്ഡലി മാവുണ്ട്, ഇഡ്ഡലി ദോശ മാവ്. ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യും. അതെന്താ ഉണ്ടാക്കാൻ പറ്റായി? ഇവിടെ എല്ലാ ക്രോക്കറീസും ഉണ്ടല്ലോ. ഞാൻ ഉണ്ടാക്കിക്കോളാം, കുഴപ്പമില്ല. വെജിറ്റബിൾസും എല്ലാം മൊത്തത്തിലുണ്ടല്ലോ. എന്നാൽ പിന്നെ നീ ഇഷ്ടം പോലെ ഉണ്ടാക്ക്. സത്യം പറഞ്ഞാൽ അജ്മൽ സാറിൻ്റെ കൂട്ടുകാരന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അതെ ഇത്ത, നിങ്ങൾ ബുദ്ധിമുട്ടാവണ്ട കേട്ടോ. എനിക്ക് വേണ്ട ഞാൻ ഉണ്ടായിക്കോളാം. ഏയ് അതൊന്നും വേണ്ട, ഏതായാലും ഉണ്ടാക്കല്ലേ, നിങ്ങളിരുന്നോളൂ. അങ്ങനെ അതാ അപ്പോഴേക്കും അവൾ അവിടെ ദോശയുണ്ടാക്കുന്നു, സാമ്പാർ ഉണ്ടാക്കുന്നു, എല്ലാം ചെയ്യുന്നു. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു ബീഫൊക്കെ ഒന്ന് ഫ്രൈ ആക്കി അതും എടുക്കുന്നുണ്ട്. പെട്ടെന്ന് ചായയും കടിയും എല്ലാം ഉണ്ടാക്കി അവൾ ഡൈനിങ് ടേബിൾ കൊണ്ടുവന്ന് വെച്ചു. അതെ, ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താടാ എത്ര പെട്ടെന്നല്ല ഇവരുടെയൊക്കെ പരിപാടി. എന്തായാലും മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നിനക്ക് കിട്ടിയ പെണ്ണ് ശരിക്കും അസൽ സൂപ്പർ ആളിനാണ്. നേരത്തെ എണീച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന പെണ്ണുങ്ങളെ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം. അല്ലാതെ 10 മണിയാവോളം കിടന്നുറങ്ങണേ അവരാർക്കും ഇഷ്ടം ഉണ്ടാവില്ല. എടാ അതൊക്കെ ഞാൻ പറയാം, നീ ഒന്ന് കഴിക്ക് ഭക്ഷണം, എല്ലാവരും കഴിക്ക്. മുസ്സി, നീ വരുന്നില്ലേ? അജ്മലിൻ്റെ വിളി. അല്ല, നിങ്ങൾ കഴിച്ചോളി, ഞാൻ കഴിച്ചോളാം. അതവൾക്കൊരു പക്ഷേ നാണായിട്ടായിരിക്കും. വിളിച്ചു, കുഴപ്പമില്ല, ഞാനിവിടെ നീങ്ങിയിരിക്കാം, നിങ്ങൾ കപ്പിൾസ് ഇരിക്കടാ. കൂട്ടുകാരൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അതാ മുഹ്സിന ഒരു ഭാഗത്തായിട്ട് ഒതുങ്ങിയിരിക്കുന്നു. ഞാൻ കഴിച്ചോളാം, നിങ്ങൾ കഴിച്ചോളി, ഞാൻ നിങ്ങൾക്ക് വിളമ്പാൻ വരാം. ആഹാ, വിളമ്പ്? ഇത്രയും സാധനങ്ങളൊക്കെ ഇനിയും ഉണ്ടായിട്ട് ഇനി വിളമ്പി തരും വേണോ? ഓ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഗൾഫിൽ ഒരു പാത്രത്തിൽ ഫുഡ് ഉണ്ടാക്കും, ആ ഫുഡ് തന്നെ മുന്നിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കും. ആ ഒരു പാത്രം കറി ഒരു കുക്കറിലാക്കി ആ ഒരു കുക്കറും കൊണ്ടുവന്ന് വെക്കും. അതെ, ഒക്കെ ചട്ടി മുന്നിൽ വെച്ച് അങ്ങോട്ട് ഭക്ഷിക്കും. അതൊക്കെ തന്നെയാണ് ഗൾഫുകാരുടെ സ്ഥിതി. അല്ലാതെ നിങ്ങളെ പോലെ ഇങ്ങനെ സെപ്പറേറ്റ് പാത്രത്തിലാക്കി ഇങ്ങനെ നിങ്ങൾ കൊണ്ടുവന്ന് വെക്കാറില്ല. ഇവിടെ ഇഷ്ടംപോലെ പ്ലേറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ വെറുതെ പാത്രത്തിൽ ആ അതങ്ങനെ തന്നെ പെണ്ണുങ്ങൾ തരുമ്പോൾ ഭർത്താക്കന്മാർക്ക് തരുമ്പോഴും ഒക്കെ അവർ പ്രത്യേകം പാത്രത്തിലാക്കി തരും. അവരാണെങ്കിൽ ആ ചട്ടിയിലിട്ട് കഴിക്കുകയും ചെയ്യും. അങ്ങനത്തെ ടീമാണ്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് മോശമല്ലേ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ചട്ടിയും പാത്രം കൊണ്ടുവന്ന് വെക്കുന്നത്? ഹോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ദോശ. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ അധികം ആളുകളും ഈ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാക്കറ്റ് കൊണ്ടുവരലും അങ്ങനെയൊക്കെ ചൂടാക്കലൊക്കെ തന്നെയാണ്, കഴിക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കും. പിന്നെ നമ്മളെ നാട്ടിലത്തെ പോലെ അരിയും ഉഴുന്നും ഇതൊക്കെ വെള്ളത്തിലിട്ട് അരച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അതിനൊന്നും ഇവിടെ ടൈമും ഇല്ല, അതിന് നിൽക്കില്ല. അഥവാ അധികം ആളുകൾ ഈ ഒരു പാക്കറ്റ് ഇത് കൊണ്ടുവന്ന് ഉണ്ടാക്കും, ചൂടും, അതൊക്കെ തന്നെ, വേറൊന്നും പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ തന്നെ. പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ സ്പെഷ്യൽ വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി കഴിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഇൻഷാ അല്ലാ ഞാനിവിടെ ഉണ്ടെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി തരും. അതിനുള്ള എല്ലാ സൗകര്യവും സെറ്റപ്പും ഇവിടെ ഉണ്ടല്ലോ. ഒരു നിമിഷം അവൾ ഓർത്തു, തൻ്റെ പ്രിയപ്പെട്ട സിനു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. എനിക്ക് അത്രക്കും പഠിച്ചോനെ, ഞാൻ അറബ് നാട്ടിലെത്തി, അദ്ദേഹം എവിടെയാണെങ്കിലും എനിക്ക് കണ്ടുപിടിക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് കിടന്നുറങ്ങാൻ കൊതിയായിപ്പോയി റബ്ബേ. എന്നാൽ ഈ സമയം സിനാൻ അവൻ്റെ റൂമിൽ ഓരോന്ന് ആലോചിച്ച് കിടക്കുകയാണ്. റബ്ബേ, നാട്ടിൽ നല്ല മഴയാണ്, തണുപ്പാണ്. എൻ്റെ പെണ്ണ് എവിടെയാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. അവൾ എന്തൊക്കെയാണോ ആവോ, അതോ അവളെ എൻ്റെ സമ്മതമൊന്നും ഇല്ലാതെ മറ്റാരുടെയെങ്കിലും കൈകലാക്കിയോ അവളാങ്ങള? എനിക്ക് ഒരിക്കലും റബ്ബേ ഉറപ്പില്ല അവളിനി തിരിച്ചു വരുമെന്ന് എൻ്റെ ജീവിതത്തിലേക്ക്. അവളൊക്കെ പോയി കഴിഞ്ഞു, എനിക്കിനി ആരുമില്ലാത്ത ജീവിതം. എനിക്കിഷ്ടമായിരുന്നു അവൾ ഒത്തിരി, പക്ഷേ സമ്മതിച്ചില്ല ആരും. പഠിച്ചോനെ, ഇനിയൊരു വിവാഹം എനിക്കതിനെക്കുറിച്ച് ആലോചിക്കുവാനേ തോന്നുന്നില്ല. എനിക്ക് വേണ്ട, മതി, വിവാഹക്കൊന്നു മതി, ഒറ്റൊരെണ്ണം. എന്നും എൻ്റെ മനസ്സിൽ അവളുണ്ടാകും. അവൾ വിവാഹം കഴിച്ച് വേറെ സുഖമായി ജീവിച്ചോട്ടെ, അത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവൾ സന്തോഷിക്കട്ടെ. എനിക്ക് ഏതായാലും അവളെ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചില്ല.
അവളുടെ കൂടെ കഴിയാൻ ഭാഗ്യം ലഭിച്ചില്ല. അതിനുള്ള ഭാഗ്യവാൻ ആരാണാവോ? മനസ്സ് വേദനിക്കുന്നുണ്ട്, മനസ്സൊരുപാട് ദുഃഖിക്കുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയില്ലല്ലോ. എനിക്കെൻ്റെ പെണ്ണിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പഠിച്ചോനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനൊരു വിധി? എത്രയോ ആളുകൾ ദാമ്പത്യ ജീവിതം നല്ല സുഖസുന്ദരമായി ജീവിക്കുന്നു. എനിക്ക് മാത്രം എൻ്റെ പെണ്ണിനെ അവർ വിട്ടു തന്നില്ല. എന്തു ചെയ്യും? വിധിയായിരിക്കും. അന്ന് സിനാൻ റൂമിൽ കിടക്കുമ്പോൾ പെട്ടെന്നതാ അറബിയമ്മയുടെ ഫോൺ കോൾ വരുന്നു. അറബിയമ്മയുടെ ഫോൺ കോൾ കണ്ട അവൻ ഒന്ന് ഞെട്ടിപ്പോയി. പഠിച്ചോനെ, എന്തപ്പത്? ഹലോ മോനെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അറബിയമ്മ സംസാരിക്കുന്നു. യാ സിനാൻ, മോന് എവിടെയാണ്? ഞാനൊരു അറബി വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ആ, ഓക്കെ. മോന് ജോലിയൊക്കെ? കുഴപ്പമില്ല, ഇവിടെ റാഹത്ത് തന്നെയാണ്. ആ, ഓക്കെ, ശരി. അല്ല, നമുക്ക് മുഹ്സിനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? അത് കേട്ട് അവൻ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. അറബിയമ്മ, അങ്ങ് എന്താണ് പറയുന്നത്? ഒരിക്കലും അവരെനിക്ക് എൻ്റെ പെണ്ണിനെ വിട്ടുതരില്ല. യാ സിനാൻ, നീ എന്താണ് പറയുന്നത്? നീ നിക്കാഹ് കഴിച്ച പെണ്ണിനെ നിനക്ക് വിട്ടു തന്നില്ലെങ്കിൽ നിനക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോരാനുള്ള അവകാശമുണ്ടല്ലോ. നിൻ്റേതാണ് അവള്, ഒരിക്കലും അവളുടേതല്ല. അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് ചെയ്തു തരാം. പറ്റുമെങ്കിൽ ഞാൻ കൂടെ വരാം. എനിക്ക് ഒരു കുഴപ്പമില്ല. എന്താ? കാരണം ഒരു ദാമ്പത്യ ജീവിതം തകർക്കുവാനല്ല, നമ്മളത് ഒരുമിപ്പിക്കുവാനാണ് നോക്കേണ്ടത്. അറബിയമ്മ, അത് എന്താ സിനാൻ, നിനക്ക് മടുത്തു പോയോ? അതോ മറന്നോ നീയെ ആ കാര്യങ്ങളൊക്കെ? അല്ല, അവളൊരു പക്ഷേ എന്നിൽ നിന്ന് വേർപ്പെടുത്തി അവളെ വേറെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിലോ? സിനാൻ, നീ എന്തൊക്കെയാ പറയുന്നത്? അപ്പോൾ ഡൈവേഴ്സ് കാര്യങ്ങൾ അതൊക്കെ അവരെന്നോട് പറഞ്ഞിരുന്നു, ഒഴിവാക്കും എന്നൊക്കെ. അവർ നിയമപരമായി ഒഴിവാക്കാൻ ഞങ്ങളുടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഞങ്ങളുടെ നിക്കാഹ്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? എങ്കിലും നിനക്കറിയില്ലേ അവൾ? അറിയില്ല, എനിക്കൊന്നും അറിയുന്നില്ല അവളെക്കുറിച്ച്. നീ മറന്നോ അവളെ? ഒരിക്കലുമില്ല, അവളെ ഞാൻ മറക്കില്ല റബിയമ്മ. എങ്ങനെ മറക്കാനാ? എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് അവൾ മാത്രമാണ്. ഇൻഷാ അല്ലാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നാട്ടിൽ എവിടെയാണെങ്കിലും അവളെ നമുക്ക് കണ്ടുപിടിക്കണം. ഇൻഷാ അല്ലാ. അറബിയമ്മ ഫോൺ കട്ട് ചെയ്തു. പഠിച്ചോനെ, കണ്ടുപിടിക്കുക അവളെ. ആര് കണ്ടുപിടിക്കാൻ, ആര് കാണിച്ചു തരാൻ? ഒരിക്കലുമില്ല. അഥവാ അങ്ങോട്ട് ചെന്നാൽ തന്നെ ഞാൻ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞ് ഉപദ്രവിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ കേസ് വരും. എന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോകും. അതിനു വേണ്ടിയിട്ടാണ്. അല്ലാ, എനിക്കറിയുന്നില്ല. സീനാൻ ഓരോന്ന് ആലോചിച്ച് കിടന്നു. അറബി ഫാമിലിയുമായി അവൻ മരുഭൂമിയുടെ ഒരു ഭാഗത്തേക്ക് പോയതാണ്. ദൂരെ നിന്നും തൻ്റെ മുഹ്സിനയുടെ അതേ മുഖഷേപ്പുള്ള ഒരു പെണ്ണ് നടന്നു വരുന്നതായി അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പഠിച്ചോനെ, ഇത് അവളായിരിക്കുമോ? ശരിക്കും അതെ, അവൾ അവൻ്റെ അടുക്കലേക്ക് വരുന്നത് പോലെയാണ് അവന് തോന്നുന്നത്. പക്ഷെ തൊട്ടടുത്തെത്തിയപ്പോൾ ഒരിക്കലും അത് അവളുടെ മുഖമല്ലായിരുന്നു. അത് മറ്റേതോ അറബി പെണ്ണിൻ്റെ മുഖമായിരുന്നു. ശരിക്കും അവളെൻ്റെ പെണ്ണാണെന്ന് ഒരു നിമിഷം അവൻ വിചാരിച്ചു പോവുകയാണ്. അല്ല, ഒരിക്കലുമല്ല. അവൾ എന്നേക്കുമായി എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവളിപ്പോൾ മറ്റാരുടെ കൂടെയാണ് തോന്നുന്നു. ഓരോ പെൺകുട്ടികളെ കാണുമ്പോഴും അവൻ ആകാംക്ഷയോടെ നോക്കും, റബ്ബേ അതെൻ്റെ മുഹ്സിയാണോ എന്ന്. എല്ലാം നിരാശയായിരിക്കും ഫലം. അവളുടെ രൂപത്തിലും അവളുടെ ഭാവത്തിലും അവളുടെ ആ ഒരു ഷേപ്പിലും കാണുന്ന പെൺകുട്ടികളെല്ലാം അവൻ്റെ മുഹ്സിയായിട്ടാണ് അവൻക്ക് തോന്നുന്നത്. അതെൻ്റെ മുഹ്സിയാണോ? പക്ഷേ അടുക്കലേക്ക് എത്തുമ്പോൾ ആ മുഖം കാണുമ്പോൾ അവന് നിരാശയോടെ അതിൽ നിന്ന് പിന്മാറും. അതാണ് പതിവ്. തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ ഒരു നോക്കു കാണുവാൻ വേണ്ടി സിനാൻ കൊതിച്ചിരിക്കുകയാണ്. ദിവസം തോറും അവൻ്റെ കൊതി കൂടിക്കൂടി വരികയുമാണ്. അറേബ്യയിൽ താമസിക്കുന്നു. മനസ്സിൽ നിറയെ എൻ്റെ പെണ്ണാണ്, എൻ്റെ പെണ്ണിൻ്റെ മുഖമാണ്. ആരൊക്കെ തന്നെ അവളെക്കുറിച്ച് അപവാദങ്ങൾ പറയുകയാണെങ്കിലും ഞാനത് വിശ്വസിക്കില്ല. എനിക്കതിന് കഴിയില്ല. കാരണം അവൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല, എന്നെ അല്ലാതെ മറ്റൊരാളെ. അതെനിക്ക് നന്നായിട്ടറിയാം. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് നമ്മുടെ
സിനാന് നിൽക്കുന്നതും. തനിക്ക് ജീവിതത്തിൽ ഭാര്യയുണ്ടെങ്കിൽ അതവൾ മാത്രം. അതിനെക്കുറിച്ച് അല്ലാതെ അവൻ മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഈ സമയം അതാ മുഹ്സിനയുടെ വീട്ടിൽ ഹസനത്താകെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ. ചുരുക്കി പറഞ്ഞാൽ ഹസനത്തിന് അവിടെ ഒരു വേലക്കാരിയുടെ സ്ഥാനമാണ് ലഭിക്കുന്നത്. അതെ, അവർ ഫുഡ് കഴിക്കുമ്പോൾ പോലും ആ കുട്ടിയെ വിളിച്ചിരുന്നില്ല. പാവം പെൺകുട്ടി. അവൾ വളരെയധികം സങ്കടപ്പെടുകയാണ്. പ്രിയപ്പെട്ട ഉമ്മയെ ഒന്ന് വിളിക്കുവാൻ പോലും അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ ഭർത്താവ് വിളിക്കുമ്പോഴും അവൾക്ക് സ്വസ്ഥമായി സംസാരിക്കാൻ കഴിയുന്നില്ല. മറ്റേത് രാത്രിയൊക്കെ ഒരുപാട് സമയം വീഡിയോ കോളായും ഓഡിയോ കോളായും വിളിക്കുമായിരുന്നു. അങ്ങനെ അതാ ആ ദിവസം അവൾക്ക് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ പതുക്കെ സംസാരിക്കുകയാണ്. ഭർത്താവ് മെസ്സേജ് അയച്ചാണ് ചോദിക്കുന്നത്, അല്ല എന്ത് പറ്റി ഹസനത്തെ, നീ ഇങ്ങനെയായിരുന്നില്ലല്ലോ, വളരെയധികം ആക്റ്റീവായിരുന്നല്ലോ. പിന്നെ എനിക്ക് നാളെ നിന്നെ ഒന്ന് കാണണം, എനിക്ക് അത്യധികം കൊതിയുണ്ട്. നമ്മൾ നിക്കാഹ് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും അടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിന്നെ കൊണ്ടുവരാൻ വരാം, നമുക്കൊന്ന് പുറത്തു പോകാം. എന്താ അല്ല, അതിന് സമ്മതിക്കുവാവോ? അതെന്താ, ഞാൻ നിൻ്റെ ഭർത്താവല്ലേ, ഞാൻ നിന്നെ നിക്കാഹ് കഴിച്ച ആളല്ലേ, പിന്നെന്താ? അല്ല, എനിക്ക് പേടിയാണ്, അത് വേണ്ട. എന്താ പെണ്ണെ നീ പറയുന്നത്? നീ ഇങ്ങനെ പറയുന്നത് ശരിയാണോ? ഞാൻ ഭർത്താവല്ലേ, പിന്നെന്താ? ഞാൻ നിൻ്റെ ഹസ്ബൻഡല്ലേ, ഹലാലായതല്ലേ. നമുക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം, പറ്റുന്നുണ്ടെങ്കിൽ ഒരു റൂം കൊടുക്കാം, എന്താ? അല്ലോ ഇക്ക, നിങ്ങളങ്ങനെ പറയല്ലേ, എനിക്ക് പേടിയാണ്. എന്താണ് നീ ഭയക്കുന്നത്? വീട്ടിലെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ, നിക്കാഹ് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കൂടെ വിടുകയെന്ന് വെച്ചാൽ അവർക്ക് സന്തോഷമുള്ള കാര്യമല്ല, അതിനിപ്പോൾ എന്താ? ഇക്ക, എനിക്ക് ഭയമാണ്, ദയവായി നിങ്ങളിങ്ങോട്ട് വരണ്ട. ശരിക്കും അയാൾ ഞെട്ടിപ്പോവുകയാണ്. റബ്ബേ, എന്താ ഇത്? എൻ്റെ പെണ്ണാണ്, ഞാൻ നിക്കാഹ് കഴിച്ച പെണ്ണാണ്, എന്നിട്ടിപ്പോൾ എന്താ ഇവളിങ്ങനെ പറയുന്നത്? എന്നോട് വല്ല ഇഷ്ടക്കുറവുണ്ടോ? അങ്ങനെ അയാളത് മെസ്സേജ് അയക്കുന്നു. പെണ്ണെ, നീ എന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് വല്ലാത്ത വിഷമമായിട്ടോ. നമുക്കൊരു യാത്ര പോവാം, നിൻ്റെ വീട്ടിലേക്ക് താമസിക്കാൻ വരാൻ എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല, എനിക്ക് അതൊരു മോശമായി തോന്നുകയാണ്. ഒന്നും ഉണ്ടായിട്ടില്ല, എൻ്റെ വീട്ടിൽ താമസിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ ഒരു മാസം കൂടി ഉണ്ടാകും കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം നീ എൻ്റെ പെങ്ങളുടെ കാര്യത്തിലും കല്യാണം ശരിയാകാനുണ്ട്, അത് റെഡിയായിട്ട് ഒരുമിച്ചാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിനു മുമ്പായിട്ട് നമുക്കൊന്ന് കൂടണം, എന്താ? പ്രിയപ്പെട്ട തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് അവൾ വല്ലാതെ സങ്കടപ്പെട്ടു. അതെ, എനിക്ക് പേടിയാണ്, ഒന്നും ഉണ്ടായിട്ടല്ല, എനിക്ക് പേടിയാണ്. സത്യം പറവണ്ണേ, എന്ത് നിനക്ക് സംഭവിച്ചത്? എന്താണ് നിൻ്റെ ജീവിതത്തിലുണ്ടായത്? നീ എല്ലാം തുറന്നു പറയണം എന്നോട്, ദയവായി. അതെ, മറ്റൊന്നുമല്ല, എനിക്ക് പേടിയാണ്. എൻ്റെ ബ്രദർ ചീത്ത പറയും, അതുകൊണ്ടാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്നത് തന്നെ ഇഷ്ടമല്ല. അതെന്താ പിന്നെ എന്താ അങ്ങനെ പറയുന്നത്? എൻ്റെ ഉമ്മ ഇപ്പം തറവാട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ എൻ്റെ ഉമ്മയുടെ അടുക്കലേക്ക് പോവുകയാണ്. അവിടെ നിന്നായാൽ എൻ്റെ ഉമ്മ എന്തായാലും സമ്മതിക്കും, അതുറപ്പുണ്ട്. എന്തു പറ്റി? നീ എന്തൊക്കെയാണ് പറയുന്നത്? തറവാടോ? അതെ, ഞങ്ങളുടെ പഴയ തറവാട്. അപ്പോൾ അതൊക്കെ ഇപ്പോഴും? അപ്പോൾ നിങ്ങൾ തറവാട് പൊളിച്ചില്ലേ ഈ വീടെടുത്തത്? അല്ല, എൻ്റെ തറവാടുണ്ടായിരുന്നു, ഞങ്ങളുടെ ഉപ്പ ഉണ്ടാക്കിയ തറവാട് വീട്. അവിടെ എൻ്റെ ഉമ്മ ഒറ്റക്കാണ് താമസിക്കുന്നത്. എന്താ ഹസനത്ത് നീ പറയുന്നത്? അതെ, ഒരുപാട് പറയാനുണ്ട് എനിക്ക്, ഒരുപാട്. എൻ്റെ സാഹചര്യം ഇപ്പം അങ്ങനെയാണ്. ഞാനിപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ മൊത്തത്തിൽ എല്ലാം കൊണ്ടും ആകെ. ഹസനത്തെ, നീ എന്തത് എന്നോട് മറച്ചു വെച്ചത്? ഞാൻ നിൻ്റെ ആരാ? നീ എല്ലാം എന്നോട് പറയേണ്ടതല്ലേ? അതിനു വേണ്ടി എന്തും ഞാൻ സെറ്റാക്കില്ല. നീ എന്തീ പറയുന്നത്? നീ ആരെയാണ് ഭയക്കുന്നത്? എൻ്റെ ബ്രദർ അല്പം സ്ട്രോങ് ആണിപ്പോൾ, പഴയ പോലെ അല്ല. ആളിന് എന്തോ പറ്റിപ്പോയി. അതിനുശേഷം ഞങ്ങളോടൊക്കെ ദേഷ്യമാണ്, ഞങ്ങളൊക്കെ പലതും പറയും, അങ്ങനെയൊക്കെയാണ്. എൻ്റെ ഇത്താത്ത, അവളും അങ്ങനെ തന്നെ. ഇപ്പോൾ ഇത്താത്ത വേറെയാണ്, എൻ്റെ ഉമ്മ സ്വന്തം വീട്ടിലാണ്, പഴയ ഞങ്ങളെ തറവാട്ടിൽ. എനിക്കിവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹസനത്തെ, പൊന്നു മോളെ, ഇക്കയോട് നീ ഒന്നും പറഞ്ഞില്ലല്ലോ.
നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കോ പെണ്ണെ? നീ എൻ്റെ ആരാ? നീ അങ്ങനെ ബുദ്ധിമുട്ട് ജീവിക്കാൻ പാടുണ്ടോ? എവിടെയാണെങ്കിലും ഞാൻ നിന്നെ നോക്കൂലേ? നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ നോക്കിക്കോളാം. വേണ്ടിക്ക, പെങ്ങളെ കല്യാണം കൂടി ശരിയായിക്കോട്ടെ. പെങ്ങളെ കല്യാണം അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ നമുക്ക് പോകാം. അതുവരേക്കും ഞാൻ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ താമസിച്ചോളാം. എന്താ? ഓ, അങ്ങനെയുണ്ടല്ലേ. ഇൻഷാ അല്ലാ ഞാൻ ഉമ്മയുടെ വീട്ടിലേക്ക് വരാം. എന്നാൽ നീ അങ്ങോട്ട് വരണം. എനിക്കറിയില്ല, നീ അവിടെ എത്തിയിട്ട് ലൊക്കേഷൻ വിട്, അല്ലെങ്കിൽ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊന്നും പറഞ്ഞു വേണ്ട. ഇൻഷാ അല്ലാ ഞാൻ അങ്ങോട്ട് എത്താം കേട്ടോ. എന്നാൽ പിറ്റേ ദിവസം ഹസനത്ത് അതിനുവേണ്ടി പ്ലാൻ ചെയ്യുകയായിരുന്നു. തൻ്റെ ഉമ്മയുടെ അടുക്കലേക്ക് പോകണം. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അങ്ങോട്ട് എത്തും. പിറ്റേ ദിവസം നല്ല സന്തോഷമായിരുന്നു അവളുടെ ഭർത്താവിനെ. അവൾ വിട്ട ആ ഒരു അഡ്രസ്സ് അനുസരിച്ച്, ലൊക്കേഷൻ അനുസരിച്ച് ഉസ്താദ് അങ്ങോട്ട് ചെല്ലുന്നു. എത്തിപ്പെട്ടത് ചെറിയൊരു കുടിലിന് മുമ്പിലാണ്. ഒരു നിമിഷം ഉസ്താദ് ഞെട്ടിപ്പോയി. അല്ലാ, ഇത് തന്നെ ആയിരിക്കുമോ? അല്ലാതെ ഇപ്പോൾ ഇവിടെ ഒരിക്കലും ആ ഒരു വലിയ വീടുള്ള ആളുകൾക്ക് ഇത്രയും ചെറിയൊരു വീട്, അത് കണ്ടപ്പോൾ ശരിക്കും ഉസ്താദ് ഞെട്ടിപ്പോയി. ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ അത്രക്കും വലിയൊരു വീട് എങ്ങനെ ഇവർക്ക് ഇത്രയും ചെറിയ വീടുള്ള ആളുകൾ എടുത്തു താമസിച്ചു എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഉസ്താദിനെ ആകപ്പാടെ ഒരു വട്ടം കറങ്ങൽ. എന്ത് ചെയ്യണം? ഇവിടെയാണോ അതോ പിഴച്ചോ എന്നറിയാതെ ഉസ്താദ് ആ മുറ്റത്ത് നിന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഉമ്മ അവിടെ ഒന്ന് അടിച്ചു വാരി തുടക്കുവാൻ വേണ്ടി കോലായിലേക്ക് ഇറങ്ങിയതായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും ഹസനത്ത് അങ്ങോട്ട് എത്തിയിട്ടില്ല. ഉമ്മ കോലായിലേക്ക് വന്ന് തൻ്റെ ചെറിയ മരുമകനെ പോലുള്ള ഒരാളെ കണ്ട് ശരിക്കും ഒന്ന് ഞെട്ടി. മോനെ. ഉമ്മയുടെ ആ ഒരു വിളി ഉമ്മയെ കണ്ടപ്പോൾ ഉസ്താദിന് പെട്ടെന്ന് മനസ്സിലായി. ഉമ്മ, മോനെ, മോനെങ്ങനെ ഇവിടെ എത്തി? ഉമ്മ, എന്നോട് കാര്യങ്ങളെല്ലാം ഹസനത്ത് പറഞ്ഞു. പറഞ്ഞോ? അല്ലാ, വീട്ടിലൊന്നും പറയണ്ട മോനെ. ഇല്ലുമ്മ, ഇതാണല്ലേ പഴയ തറവാട്? അതേ മോനെ. ഹസനത്ത് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു, വന്നില്ലല്ലോ. ഹസനത്ത്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷേ എടുക്കുന്നില്ല. അല്ലാ, എന്തപ്പത് പറ്റിയത്? എന്നാൽ അവൾ ഇറങ്ങുവാൻ സമയത്ത് അവളുടെ നാത്തൂന് അവളെ കൈയോടെ പൊക്കി തന്നെ പറയാം. അവൾ ഫോൺ ചെയ്ത് മെസ്സേജെല്ലാം അയച്ച് അവിടെ വെച്ചപ്പോൾ നാത്തൂന് എന്തൊക്കെയോ പന്തികേട് തോന്നി. അവൾ ബാത്റൂമിൽ പോയ സമയത്ത് ആ ഫോൺ എടുത്ത് നോക്കി. ലോക്ക് പിന്നെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ അവളുടെ മെസ്സേജെല്ലാം അവൾ വായിച്ചു. ഹാടി, നിനക്ക് ഇവിടെ പണിയെടുക്കാതെ രക്ഷപ്പെടാനുള്ള ബുദ്ധിയാണല്ലേ? കാണിച്ചു തരാം. അതെ, ആങ്ങളെ വന്ന ഉടനെ തന്നെ കാണിച്ചു കൊടുക്കണം. അവൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ അവളുടെ ഫോണിലേക്ക് ഷെയർ ചെയ്തു. എന്നിട്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഒന്നും അറിയാതെ പാവം അവൾ ബാത്റൂമിൽ പോയി തിരിച്ചു വന്നു കിടക്കുവാൻ വേണ്ടി നിന്നു. അല്ലാ, ഇനിയിപ്പോൾ ഇൻഷാ അല്ലാ ഇക്ക നാളെ കേട്ടോ ഞാൻ രാവിലെ അങ്ങോട്ട് എത്താൻ വേണ്ടി ശ്രമിക്കാം. ഇക്ക അങ്ങോട്ട് വരണം കേട്ടോ. ഹസനത്തിൻ്റെ ആ ഒരു മെസ്സേജ് അതുമാത്രം കണ്ടില്ല, പക്ഷെ അതിന് മുമ്പുള്ളതെല്ലാം അവൾ സ്ക്രീൻഷോട്ട് അയച്ചു. ഉറപ്പ് കൊടുത്തതാണ് അങ്ങോട്ട് പോകുമെന്ന്. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാത്തിരിക്കുകയാണ് അവിടെ അവളുടെ ഭർത്താവ്. അവളെ കാണുന്നില്ല, പക്ഷേ തലേ ദിവസം രാത്രി തന്നെ അവൾ ആ മെസ്സേജുകളെല്ലാം തൻ്റെ ഭർത്താവിന് കാണിച്ചു കൊടുത്തു. കണ്ടോ, ഇവൾ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പാണ്. പിന്നെ നിങ്ങൾക്ക് ഇനിയും ചീത്തപ്പേര് വരാൻ ചാൻസ് ഉണ്ട്. എന്താ നീ പറയുന്നത്? കണ്ടില്ലേ, ദാ ഇവള് അവൻ്റെ കൂടെ എങ്ങോട്ടാ പോകാൻ നിൽക്കുകയാണ്. ആരുടെ കൂടെ? അവളുടെ ഭർത്താവിൻ്റെ കൂടെ തന്നെ ആയിരിക്കും. അതിനെന്താ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ ഇവിടെ പോയിട്ട് ഗർഭിണി അങ്ങോട്ട് വന്നാൽ എന്നെക്കൊണ്ട് കഴിയില്ല നോക്കാനൊന്നും. അല്ലെ ഇങ്ങോട്ട് പോയിക്കോട്ടെ നിൽക്കണം. പിന്നെ കല്യാണപ്പത്തിന് നടത്തുന്നു വേണ്ട. എന്തായാലും ഇവിടെ എനിക്കൊരാളില്ലാതെ പറ്റൂല. അവളിവിടെ ഉണ്ടായാൽ പണിക്ക് എനിക്ക് സുഖമാണ്. അവളെ പറഞ്ഞയച്ചാൽ ഞാൻ ബുദ്ധിമുട്ടും. അതിനെന്തിനാ നിൽക്കണ്ട. ദാ ആ പോക്ക് മുടക്കിക്കോളി, അതാ നിങ്ങൾക്ക് നല്ലത്. അവൾ അത് പറഞ്ഞ് തിരിഞ്ഞു കിടന്നു. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി പുതിയ ഡ്രസ്സെല്ലാം ധരിച്ച് ഇറങ്ങുവാൻ നിൽക്കുകയാണ് അവൾ. പെട്ടെന്ന് പിന്നിൽ നിന്ന് ആങ്ങള അവളുടെ തോളിൽ പിടിച്ചു. ഹസനത്തെ, എങ്ങോട്ടാ? അവളൊരു നിമിഷം ഞെട്ടിപ്പോയി.
അത് അത് ഉമ്മയുടെ അടുക്കലേക്കോ? ഉമ്മയുടെ അടുക്കലേക്ക് ഇത്രമാത്രം ഒരുങ്ങി പോകാൻ കാരണം ഇപ്പം എന്താ? ഉമ്മയുടെ അടുക്കലേക്ക് ഇത്ര ഒരുങ്ങാറില്ലല്ലോ നീയെ. ഒരു പർദ്ദ കമിഴ്ത്തിയാണ് പോരല്ലേ. ഇതിപ്പോൾ എന്താ മൊഞ്ചത്തിയായി പോവാണല്ലോ. ആരാ അവിടെ? ആരാ അവിടെ? ഒരു നിമിഷം അവളാകെ ഭയന്നു പോയി. അത് പറയടി, ആരവിടെ? ആരെ കാണാനാണ് പോകുന്നത്? ആരെ കാണാനാ? എങ്ങോട്ടാ? കറങ്ങാൻ എങ്ങോട്ടാ പോകുന്നത്? തൻ്റെ പ്ലാനുകളെല്ലാം അവർ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു യഥാർത്ഥ സത്യം അവൾക്ക് മനസ്സിലായി. പഠിച്ചോനെ, ഞാൻ ഉമ്മയുടെ അടുക്കലേക്ക് പോവാണ്. ഉമ്മയുടെ അടുക്കലേക്ക് നീ ഇത്രയധികം ഒരുങ്ങാറില്ല. സത്യം പറ. അത് ഭർത്താവിൻ്റെ അരികിലേക്കാണെന്ന് പറയുവാൻ അവൾക്ക് ഭയമായി. കാരണം അവൾക്ക് അറിയാമായിരുന്നു ഒരിക്കലും വിടില്ല എന്നുള്ള കാര്യം. ഞാൻ ഉമ്മയുടെ അടുക്കലേക്കാണ്. ഡ്രസ്സ് മാറ്റി പഴയ ഡ്രസ്സ് ഇട്, അകത്ത് കയറ്, പണി തുടങ്ങിക്കോ. ആങ്ങളിയുടെ ആജ്ഞ. ശരിക്കും അവൾ ഞെട്ടിപ്പോയി. എനിക്ക് അവൾ വിതുമ്പിപ്പോയി. കരയാനല്ല പറഞ്ഞത്, അകത്ത് കയറിപ്പോടി. കയറിപ്പോകാനാണ് പറഞ്ഞത്. അതോ മറ്റവളെ പോലെ നീയും തെണ്ടി തിരിഞ്ഞ് എനിക്ക് ചീത്തപ്പേരുണ്ടാക്കാനാണോ പ്ലാനിങ്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി. അല്ലാ, ഇത് ചതിയാണ്, വലിയ ചതിയാണ്. ആരോ ചതിച്ചു. സത്യമായിട്ടും ചതിയാണിത്. ഒരിക്കലും ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. ചതിയാണ്. അവൾ നേരെ നാത്തൂൻ്റെ മുമ്പിലേക്ക് പോയി. ഇത്താത്ത, എന്തിനാ ഇത്താത്ത ഇത്ര വലിയ ചതികൾ ചെയ്തത്? എന്താടി നിനക്കെന്താ? എന്തിൻ്റെ കേടാ എന്നോട് പറയണത്? ഞാനാ? ഇത്താത്ത, എന്തിനാണ് ഞങ്ങളെ നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കാത്തത്? അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. അതെ, കിടന്ന് മോങ്ങാതെടുത്ത് പാത്രം കഴുകിക്കൂട്. അല്ല പിന്നെ. സങ്കടം കൊണ്ട് അവൾ വിങ്ങിപ്പൊട്ടി. അല്ലാ റബ്ബേ, സ്വന്തം ഉമ്മയെ സ്വന്തം ഭർത്താവിൻ്റെ അരികിലേക്ക് പോലും പോകാൻ സമ്മതിക്കാത്ത ഈ മനുഷ്യരിൽ നിന്ന് രക്ഷപ്പെട്ട എൻ്റെ ഇത്താത്ത എത്ര ഭാഗ്യവതിയാണ് റബ്ബേ. അവൾ പൊട്ടിക്കരഞ്ഞു. പെട്ടെന്ന് വലിയ ശബ്ദത്തോടുകൂടി ആങ്ങൾ അങ്ങോട്ട് വന്നു. അല്ല, ഇങ്ങനെ മോങ്ങിയിരിക്കാതെ പണി എന്താ വെച്ചാൽ എടുക്കാൻ നോക്ക് പെണ്ണേ. അതെ, ഇങ്ങളെ പെങ്ങന്മാർ നല്ല വിളവെത്തിയാലാണ് കേട്ടോ. രണ്ടും കണക്കാ. മോങ്ങാൻ തിരക്കിടില്ല, അഭിനയിക്കാനും. ഇപ്പം രക്ഷപ്പെടില്ലായിരുന്നോ? മറ്റോൾ അങ്ങനെ പോയി. ഇപ്പം ഇവള് എന്താ ആർക്കറിയാം, ഭർത്താവിൻ്റെ അടുത്ത് കാണോ അതോ ഞാൻ വേറെ ആരെയും കൂടെയാണോ? എനിക്ക് വിശ്വസിക്കാനൊന്നും കഴിയൂല. എനിക്ക് തീരെ വിശ്വാസമില്ല. ഏതായാലും നല്ല സമയത്ത് ഞാനത് കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇവളെ പൊടി പോലും കാണോ? നിങ്ങൾക്ക് പിന്നെ ചീത്തപ്പേര് വരില്ല മനുഷ്യ. എന്താന്നില്ലേ, എനിക്ക് മടുത്തു പോയി ഇവരെ കൂടെയുള്ള ജീവിതം. അവൾ പൊട്ടിക്കരഞ്ഞു. റബ്ബേ, എന്തിനാണ് ഇവരെ ഞങ്ങളെങ്ങനെ പരീക്ഷിക്കുന്നത്? എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സമ്മതിക്കോ? അവൾ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും തൻ്റെ പ്രിയപ്പെട്ട ഇത്താത്തയെയും ഓർത്തുകൊണ്ട് കരഞ്ഞു. എന്നാൽ അവിടെ കാത്തിരിക്കുകയായിരുന്നു ഉമ്മയും അവളുടെ ഭർത്താവും. ഉമ്മ അവളിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു, കാണുന്നില്ല. മോനെ, എന്താവോ എൻ്റെ കുട്ടി? ഒന്ന് വിളിച്ചു നോക്ക് മോനെ. ഉമ്മ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഉമ്മ ഞാനൊന്ന് പോയി നോക്കട്ടെ. മോനെ, ഇപ്പം നീ പോവല്ലേ? അതെന്തോ ഉമ്മ, ഇപ്പം മോനെ പോവണ്ട മോനെ. ഉമ്മ അതെന്താ അങ്ങനെ പറയുന്നത്? വീട്ടിലെ സാഹചര്യങ്ങളും കഥകളുമെല്ലാം ഉമ്മ വിതുമ്പിക്കൊണ്ട് ചെറിയ മരുമകനോട് പറഞ്ഞു. മോനെ ഇതൊക്കെയാണ് സ്ഥിതിയടാ. എന്താ അറിയില്ല, നല്ലതായിരുന്നു ഒരു കാലത്ത്. ഇപ്പം പറ്റങ്ങ് വിടക്കായി തന്നെ പറയാം. ഒന്നിനും മടിക്കാത്ത രീതിയിലായിപ്പോയി. ഉമ്മ, എനിക്ക് മരിക്കാനും എൻ്റെ ജീവനിലൊന്നും ഭയമില്ലമ്മ. സത്യം പോലെ അങ്ങ് ഞാൻ ചെയ്യും. എനിക്ക് എൻ്റെ നിക്കാഹ് കഴിച്ച പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ അവകാശമുണ്ട്. അവൾ ഇന്നലെ തന്നെ പറയുന്നുണ്ട്, വേണ്ട ഇങ്ങോട്ട് വരണ്ടെന്ന്. അപ്പോഴൊന്നും കാര്യം അറിയില്ലല്ലോ, അവൾ തുറന്നു പറയുന്നില്ലല്ലോ. അപ്പോൾ ഉമ്മ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഏറെക്കുറെയൊക്കെ. ഉമ്മ, എനിക്ക് ഭയമില്ല. എനിക്കെൻ്റെ പെണ്ണിനെ കൊണ്ടുവരാൻ ഒരു ഭയമില്ല. അത് എന്നെ ആരൊക്കെ തന്നെ എതിർക്കുകയാണെങ്കിലും അവളെ കൈപിടിച്ചവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരാനേ എനിക്ക് ഒരു ധൈര്യക്കുറവുമില്ല. ഉമ്മ, ഇൻഷാ അല്ലാ പടച്ചോണ്ട് എൻ്റെ കൂടെ. മരുമകൻ്റെ ആ ഒരു ധൈര്യം കണ്ട് ഉമ്മാക്ക് ശരിക്കും അത്ഭുതം തോന്നി. മനസ്സിൽ അവർ പറഞ്ഞു, മാഷാ അല്ലാ, പടച്ചോനെ, റഹ്മാനെ. ഉമ്മ, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ ഹസനത്തിൻ്റെ ഭർത്താവ് നേരെ അവൻ്റെ ബുള്ളറ്റിലേക്ക് ചാടിക്കയറി.
അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. വളരെയധികം ശക്തമായ സ്പീഡിൽ അത് നേരെ ഹസനത്തിൻ്റെ അടുക്കലേക്ക് അവൻ കുതിച്ചു പായുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.